പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുമസിന്റെ എല്ലാ മംഗളങ്ങളും ഈ 25 ദിവസം നമ്മൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച, നിയോഗങ്ങൾ സമർപ്പിച്ച, വിശുദ്ധിക്ക് വേണ്ടിയുള്ള എല്ലാ മേഖലകളിലും കർത്താവിന്റെ കയ്യൊപ്പ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പാതിര കുർബാന കഴിഞ്ഞ് പിന്നെ നോമ്പൊക്കെ വീടിയിട്ടുണ്ടായിരിക്കുന്നതാണ് വിശ്വസിക്കുന്നു. ഈ സഹോദരങ്ങളെ, ശരിക്കും ആത്മീയതയ്ക്ക് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയതയ്ക്ക് നമ്മൾ ഇന്നിപ്പോൾ 25 ദിവസം ഇനി നമുക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ഇനി ലോകപ്രകാരം ജീവിക്കുക. ആത്മീയതയ്ക്ക് അവധി കൊടുത്ത വ്യക്തികളുടെ ജീവിതങ്ങളെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കൊരു നല്ല ആരംഭമാണ് ഈ നോമ്പിൽ 25 ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ആരംഭമാണ്. അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പരിശ്രമിക്കുമല്ലോ. ഇന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ ലേഖനത്തിലെ 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും, കേട്ടോ, നമ്മുടെ വിജയം യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പിറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പൊ ക്രിസ്തുവിൽ നമ്മെ വിജയത്തിലെത്തിക്കുക മാത്രമല്ല, അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം നമ്മൾ വഴി വേണം ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർ അറിയുവാനായിട്ട്, നമ്മുടെ ജീവിതം വഴി. അതുകൊണ്ടാണ് സഹോദരങ്ങൾ, നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മീയതയും നമ്മുടെ ജീവിതവും രണ്ടായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്കാൻഡലാണ്. നമ്മുടെ ജീവിതം അത് യേശു ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുന്ന ഒന്നായിട്ട് മാറ്റപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ശരിക്ക് ഒന്ന്, നമുക്ക് എന്നും വിജയം നൽകുന്നത് യേശുവാണ്. ചിലപ്പോഴൊക്കെ എന്നോട് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്, അച്ഛാ എന്നൊക്കെ യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അന്നൊക്കെ ഞങ്ങളുടെ ജീവിതം പരിത്യക്തമായിട്ടുണ്ട്. യേശുവിൻ്റെ കൂടെയുള്ള സമയത്ത് കുറേ ചിലപ്പോൾ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ നടുവിലൊരു ആനന്ദം ഉണ്ടായിട്ടുണ്ട്. സഹോദരൻ, അതാണ് പ്രത്യേകത. യേശു ക്രിസ്തുവിൽ നമുക്ക് ഒരു വിജയം, എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തുടിപ്പ്, ഒരു ആനന്ദത്തിൻ്റെ ലഹരി, അത് പരിശുദ്ധാത്മാവിൻ്റെ യേശു ഉണ്ട്. അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. അതാണ് ഈ ആനന്ദത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യേശുവിനോട് കൂടെ നിൽക്കാനായിട്ടുള്ള, മാത്രമല്ല ഇത് ഇന്നത്തെ വചനം അതല്ല പറയുന്നത്, ഈ യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം അത് പകരാനായിട്ടുള്ള, നമ്മിലൂടെ ആ ഒരു ജ്ഞാനം പകരാൻ കർത്താവെ കൃപവർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ദിവസം ആശംസിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് വരും ദിനങ്ങളിലൊക്കെ കൃപയിൽ കുറെ കൂടി ആഴപ്പെടാൻ വേണ്ട ഒരു ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മറക്കാതെ, നാളെ 26-ാം തീയതിയാണ്. പലരും ചോദിച്ചു നാളെ വൺഡേ ശുശ്രൂഷയുണ്ടോ? നമുക്ക് പെസഹ വ്യാഴാഴ്ച മാത്രമാണ് അവിടെ വ്യാഴാഴ്ച ശുശ്രൂഷയില്ലാത്തത്. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും. അപ്പോൾ നമുക്ക് പതിവ് പോലെ വ്യാഴാഴ്ച നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് നമ്മുടെ 10ാം ക്ലാസ് +2 അങ്ങനെ യുവത്വത്തിലേക്കും ആ കുട്ടികളുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ മാർച്ചിലാണെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് നാളെ ഈ ഒരു 4 ആഴ്ച നമ്മൾ അതിനു വേണ്ടിയില്ല, പ്രത്യേകം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത യുവദമ്പതികൾക്ക് വേണ്ടിയും നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുനാമത്തിലെ ഏവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.